മറ്റാരെയും അനുകരിക്കാതെ എനിക്ക് എഴുതാൻ ഇഷ്ടം തോന്നുന്നത് മാത്രം എഴുതുക, ഞാനായി മാത്രം നിൽക്കുക. മനസ്സിൽ തോന്നുന്ന ഈ ഉറപ്പിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നത് മനോഹരമാവും എന്ന് എന്നോട് പറയുന്നത് ഏത് ശക്തിയാണ്? പ്രിയ ജോസഫിന്റെ മാണിയും ഇന്ദിരാഗാന്ധിയും എന്ന ചെറുകഥാ സമാഹാരം നമുക്ക് നൽകുന്നത് മനോഹരമായ 7 കഥകളാണ്. കഥകളിൽ നിറഞ്ഞു നിൽക്കുന്ന സത്യസന്ധതയുടെ മനോഹാരിതയാണ് എന്നിലെ വായനക്കാരിയെ ഏറെ ആകർഷിച്ചത്. ഏച്ചുകെട്ടലുകളോ വലിച്ചു നീട്ടലുകളോ കൃത്രിമമായ തൊങ്ങലുകളോ ഒന്നും തോന്നിയതുമില്ല. കഥയുടെ പശ്ചാത്തലം അമേരിക്കയാണ്. ഇങ്ങ് കേരളത്തിലുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം അതിത്തിരി പുതുമയുള്ളതാണ്. എന്നാൽ മനുഷ്യ ജീവിതത്തിലെ പ്രഹേളികകൾക്ക് കാലത്തിന്റെയും ദേശത്തിന്റെയും അതിരുകളില്ല എന്ന് ഓരോ കഥയും കാണിച്ചു തരുന്നുണ്ട്. പ്രത്യേകിച്ച് തീർത്തും അപരിചിതമായ ജീവിത സന്ധികളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകളുടെ അവസ്ഥയ്ക്ക് കഥകളെല്ലാം തന്നെ മനസ്സിലേക്ക് തുളഞ്ഞു കയറുന്നവയാണ്. വിവിധ ഭാവങ്ങൾ ക്യാൻവാസിൽ എന്ന പോലെ തെളിയുന്ന ഓരോ കഥാസന്ദർഭങ്ങളിലും ഒരു ദൃശ്യഭംഗി കാണാം. അതിനനുയോജ്യമായി കഥാപാത്രങ്ങളും സംഭാഷണങ്ങളും ചിട്ടപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. പെൺജീവിതങ്ങളുടെ കഥകളാണ്. ഒരു നിസ്സംഗ ഭാവമാണ് ഉയർന്നു നിൽക്കുന്നത് എന്നാണ് എന്റെ നിരീക്ഷണം. ആർത്തുലച്ചു വരുന്ന ജീവിത തിരമാലകൾക്ക് മുന്നിൽ എന്തു വന്നാലും എനിക്കൊന്നുമില്ല എന്നു ചിന്തിക്കുന്നവരാണ് നായികാ കഥാപാത്രങ്ങളെല്ലാം. തങ്ങളുടേതായ കളങ്ങളിൽ നിറഞ്ഞു നിന്ന് കളിക്കാനും സ്വന്തം വഴികളിൽ സഞ്ചരിക്കാനും പ്രാപ്തരായ കരുക്കളായി ജീവിതം എന്ന ചതുരംഗക്കളി അവർ ഓരോരുത്തരും പൂർത്തിയാക്കുന്നു.